Dear students, in this video I am going to discuss about the most important programs related to matrices. So there are three programs. Actually, we have a lot of programs, but we have to study at least these three programs. Okay. So first of all, how to find the transpose of a matrix. Okay. Then second one, find the sum of two matrices. Okay. And third one is the product of two matrices. So these are the programs that you have to study. ബാക്കി എല്ലാ പ്രോഗ്രാംസും നോട്ടിലുണ്ട് ബട്ട് ഈ മൂന്നെണ്ണെങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. അപ്പൊ ഈ മൂന്ന് പ്രോഗ്രാംസിന്റെയും ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ആക്ച്വലി നമുക്ക് എപ്പോഴും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആസ് യു ഓൾ നോ വി ഹാവ് ദ എസെൻഷ്യൽ സെഷൻസ് ഹെഡർ ഫയൽ ഇസ് ദർ മെയിൻ ഈസ് ദർ ദെൻ സം ഡിക്ലറേഷൻ പാർട്ട് ഇസ് ദർ. അപ്പോൾ ട്രാൻസ്പോസ് ആണ് നമ്മൾ ഞാൻ ആദ്യം പറയുന്നത് സം ഓഫ് ടു മെട്രിക്സസ് ആണ്. അപ്പൊ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് മെട്രിക്സിന്റെയാണ് സം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ആദ്യത്തെ ഇൻപുട്ട് എ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഫൈനൽ സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സി എന്ന് പറയുന്ന മെട്രിക്സിലേക്കാണ്. സോ യു ഹാവ് ടു ഡിക്ലെയർ ത്രീ മെട്രിക്സസ്. മെട്രിക്സ് ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിന്റെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് രണ്ട് വാല്യൂസ് വരും. ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് റോസ് ആൻഡ് സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് സൈസ് ഓഫ് കോളം ആണ്. ഇതെങ്ങനെ എഴുതാൻ പഠിക്കാം. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ആദ്യത്തെ മെട്രിക്സ് റീഡ് ചെയ്യണം. അപ്പൊ ഈ കോൺസെപ്റ്റ്സ് എല്ലാം ഒരേപോലെ വരുന്നത്. അപ്പൊ ആദ്യം എൻ്റർ ദ വാല്യൂ ഓഫ് എൻ. എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ റോന്റെയും കോളത്തിന്റെയും സൈസ് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എം എൻ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ചെയ്യാതിരിക്കാൻ ഒറ്റ ഒരു എൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ റീഡ് ചെയ്തു. എൻ എന്ന് പറയുന്നത് സൈസ് ഓഫ് റോ ആൻഡ് സൈസ് ഓഫ് കോളം ആണ്. ഓക്കെ. അപ്പൊ ആദ്യം മെട്രിക്സ് റീഡ് ചെയ്യുമ്പോൾ സൈസ് ഓഫ് എൻ റീഡ് ചെയ്യണം. ദെൻ ഇനി നമ്മൾ മെട്രിക്സ് എ എന്ന് പറയുന്നത് റീഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ മെട്രിക്സ് എ റീഡ് ചെയ്യുമ്പോൾ രണ്ട് ലൂപ്പ് വരും. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്. അതിന്റെ ഉള്ളിൽ അടുത്ത ലൂപ്പ് വരും ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ്. അപ്പൊ ഈ ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ റോനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുന്നത് കോളം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവാ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിക്ലെയർ ദ വേരിയബിൾസ്. നമുക്ക് 3 അറേ വേണം. ദെൻ സൈസ് ഓഫ് എൻ എന്ന് പറയുന്നത് റോ സൈസും കോളം സൈസും നമ്മൾ n ആണ് എടുക്കുന്നത്. സോ യു ഹാവ് ടു റീഡ് ദ വാല്യൂ ഓഫ് എൻ. ഇനി ലൂപ്പ് എന്ന് പറയുമ്പോൾ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ്. അതിന്റെ ഉള്ളിൽ സ്കാനഫ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ മെട്രിക്സിന്റെ പേര് എ എന്നാണ്. അപ്പൊ എ ഓഫ് ഐ ജെയിലേക്ക് റീഡ് ചെയ്തു. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെയാണ്, ഈ എൻറ്റയർ സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. യു ക്യാൻ സി വി ഹാവ് ടു റീഡ് സെക്കൻഡ് മെട്രിക്സ്. വീണ്ടും സെയിം ലൂപ്പ് തന്നെയാണ്. ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ്. ദ ഓൺലി ഡിഫറൻസസ് ഇവിടെ നമ്മൾ റീഡ് ചെയ്യുന്ന നെയിം എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റീഡിങ് കഴിഞ്ഞു. അപ്പൊ രണ്ട് മെട്രിക്സ് റീഡ് ചെയ്യാൻ പഠിച്ചു. ഈ സ്റ്റെപ്സ് കാണുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഇസ് എ റിപ്പിറ്റേഷൻ. ഓക്കെ. ദെൻ നമ്മൾ രണ്ട് റീഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താ, എയും ബിയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ എഗെയിൻ നമ്മൾ സെയിം ലൂപ്പ് തന്നെ എഴുതി. ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ്. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സി ഓഫ് ഐ ജെ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക്, അതായത് പുതിയ അറയിലേക്ക് നമ്മൾ എ ഓഫ് ഐ ജെ പ്ലസ് ബി ഓഫ് ഐ ജെ എന്ന് എഴുതും. ഓക്കെ. അപ്പൊ നമുക്ക് സമ്മായി. ദെൻ ഈ രണ്ട് മെട്രിക്സ് ക്ലോസ് ചെയ്തു. ഇനി ഇതിന്റെ താഴെ നമുക്കിത് പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സെയിം ലൂപ്പ് തന്നെ വീണ്ടും എഴുതണം. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്. ഇതേപോലെ ജെ ഈക്വൽ ടു 0, ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ്. ഇതിന്റെ താഴെ ഇതിന്റെ ഉള്ളിൽ ഈ രണ്ട് ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതാം, പ്രിന്റ് എഫ്. ഓക്കെ. പെർസെന്റേജ് ഡി അറ്റിടെ നമ്മൾ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യുന്നുള്ളൂ, കോമ. എന്നിട്ട് റിസൾട്ട് കിടക്കുന്നത് എവിടെയാണ്, സി ഓഫ് ഐ ജെയിലാണ് അല്ലേ. അപ്പൊ സി ഓഫ് ഐ ജെ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് വരും, മെട്രിക്സ് പ്രിന്റ് ചെയ്ത് വരും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞു. സോ ദിസ് ഇസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ടു മെട്രിക്സസ്. ഓക്കെ. അപ്പൊ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കും. പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം, 1 സെക്കൻഡ്. സോ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോഴും സെയിം തന്നെ. നമ്മൾ ആദ്യത്തെ മെട്രിക്സ് റീഡ് ചെയ്തു, സെക്കൻഡ് മെട്രിക്സ് റീഡ് ചെയ്തു, ദെൻ ഈ ലൂപ്പ് വരെയുള്ളത് സെയിം തന്നെയാണ്. ഓക്കെ. അതായത് മെട്രിക്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ സി ഓഫ് ഐ ജെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം 0 ആക്കി വെച്ചു. സി ഓഫ് ഐ ജെ ഈക്വൽ ടു 0. ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ലൂപ്പ് എഴുതി. ഫോർ കെ ഈക്വൽ ടു 0, കെ ലെസ് ദാൻ എൻ, കെ പ്ലസ് പ്ലസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 1 1 1 ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് വിചാരിക്കും. ദെൻ 1 1 1 1 ദിസ് ഇസ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ്, നമ്മൾ ഡയറക്റ്റ് ആദ്യം ഈ വണ്ണും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. 1 ഇൻറ്റു 1.
ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടില്ല. പ്ലസ് നമ്മൾ എന്തും കൂടി ചെയ്യും, ഈ 1 ഇൻറ്റു സോറി ഈ 1 ഇൻറ്റു ഈ 1 ചെയ്യും. അതായത് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ അല്ലെ. അപ്പൊ 1 ഇൻറ്റു 1 എന്നിട്ട് ഇതിന്റെ രണ്ടും കൂടി സമ്മേഷൻ എടുക്കും അല്ലെ. അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടുക, 2 എന്ന് പറയുന്നത് കിട്ടുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, നമ്മൾ ആദ്യത്തെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തു, അത് സെക്കൻഡ് വാല്യൂ ആയിട്ട് ആഡ് ചെയ്തു. അപ്പൊ എത്ര കോളം ഉണ്ടോ അതിനനുസരിച്ച് ആഡിങ് വരും. അപ്പൊ ഒരു ആഡിങ് കൂടി അവിടെ വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്. സി ഓഫ് ഐ ജെ ഈക്വൽ ടു 0 എന്ന് എഴുതി. ദെൻ കെ ഈക്വൽ ടു 0, കെ ലെസ് ദാൻ എൻ, കെ പ്ലസ് പ്ലസ്. എല്ലാ ലൂപ്പും 0 ടു ലെസ് ദാൻ എൻ വരെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചേക്കാം. സി ഓഫ് ഐ ജെ ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ്, ഓക്കെ, അതായത് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഈ പ്ലസ് ആണ് ഇവിടെ എഴുതിയത്. സി ഓഫ് ഐ ജെ പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് പഠിക്കാം, ഈ വരയില്ല. സോ സി ഓഫ് ഐ ജെ ഈക്വൽ ടു, ഞാൻ ഇതിന്റെ നോട്ട് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സി ഓഫ് ഐ ജെ ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. ദെൻ നമ്മൾ നേരത്തെ പോലെ തന്നെ സി ഓഫ് ഐ ജെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഔട്ട്പുട്ട്. അപ്പൊ പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ ഇനി എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു എക്സ്ട്രാ ലൂപ്പ് വരുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. ഇനി മെട്രിക്സ് ട്രാൻസ്പോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് മതി. അതായത് ഈ സെക്കൻഡ് മെട്രിക്സ് വേണ്ട, എ എന്ന് പറയുന്ന മെട്രിക്സ് മതി, ബി എന്ന് പറയുന്ന മെട്രിക്സ് വേണ്ട. ഓക്കെ, അപ്പൊ പ്രോഗ്രാം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. റീഡ് ചെയ്യാൻ നമുക്ക് നേരത്തെ പോലെ തന്നെ രണ്ട് ലൂപ്പ് വേണം, സ്കാൻ ഓഫ് ആംപർസാൻഡ് എ ഓഫ് ഐ ജെ. ദെൻ ഇനി നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സെക്കൻഡ് മെട്രിക്സ് റീഡ് ചെയ്തിട്ടില്ല, പ്രിന്റ് ചെയ്യാൻ സെയിം ലൂപ്പ് തന്നെ, ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ്. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രിന്റ് എഫ് കൊടുക്കുക, പ്രിന്റ് എഫ് പെർസെന്റേജ് ഡി എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യുന്നുള്ളൂ. പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഏതിനാണ്, ഒരു മെട്രിക്സ് നമ്മൾ റീഡ് ചെയ്തിട്ടുള്ളൂ, എ തന്നെയാണ്, എ. എന്നിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഐ ജെന് പകരം നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യാം, ജെ ഐ എന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ പ്രോഗ്രാം ഫോർ ട്രാൻസ്പോസ്. അപ്പൊ എല്ലാത്തിന്റെയും കോഡ് ഏകദേശം ഒരേപോലെയാണ്, ലാസ്റ്റ് പോർഷനിൽ മാത്രമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അഡീഷൻ ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് ലൂപ്പിന്റെ ഉള്ളിൽ എന്ത് എഴുതണം, എ ഓഫ് ഐ ജെ ഈക്വൽ ടു സി ഓഫ് ഐ ജെ ഈക്വൽ ടു എ ഓഫ് ഐ ജെ പ്ലസ് ബി ഓഫ് ഐ ജെ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരും, ഒരു ലൂപ്പും കൂടി എഴുതണം, കെ ഈക്വൽ ടു 0, കെ ലെസ് ദാൻ എൻ, കെ പ്ലസ് പ്ലസ്. സി ഓഫ് ഐ ജെ ഈക്വൽ ടു സി ഓഫ് ഐ ജെ പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ദെൻ മെട്രിക്സിനെ ട്രാൻസ്പോസ് ചെയ്യാനാണെങ്കിൽ ആക്ച്വലി ഈ മെട്രിക്സിന്റെ ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് റോനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലെ. ഇതെന്ന് പറയുന്നത് കോളത്തിനെയാണ്. അപ്പൊ നമ്മൾ റോ ബൈ കോളം പ്രിന്റ് ചെയ്യുന്നതിന് പകരം കോളം ബൈ റോ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ട്രാൻസ്പോസ്. സോ ദീസ് ആർ ദ പ്രോഗ്രാംസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിട്ട് പോവാം. താങ്ക് യു.